ദാനിയേൽ 2-ാം അധ്യായം സാമ്രാജ്യബിംബത്തിന്റെ കാഴ്ചയാണ്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നവുമാണ്. BC 600 മുതൽ സഹസ്രാബ്ദം വരെയുള്ള ചരിത്രം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ബിംബത്തിന്റെ അരയും തുടയും റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നു. 2 കാലുകൾക്ക് തുല്യമായി AD 364 റോമാ സാമ്രാജ്യം കിഴക്കൻ റോമയും പടിഞ്ഞാറൻ റോമയുമായി 2ആയി പിരിഞ്ഞു. അങ്ങനെയെങ്കിൽ കാലിന്റെ നീളം പോലെ 1600 കൊല്ലങ്ങൾ കടന്നുപോയി. ഒടുവിൽ അത് 10 വിരലിൽ അവസാനിക്കും. അതുപോലെ 10 രാജ്യ സംഘടന ഉണ്ടാകും. അക്കാലത്താണ് അന്തിക്രിസ്തു എഴുന്നേൽക്കാൻ പോകുന്നത്. ദാനിയേൽ 2-ന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണാൻ കഴിയുന്നു. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടു ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നതുപോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. സാമ്രാജ്യ മഹാബിംബത്തിന്റെ കാൽവിരലുകളാകുന്ന 10 രാജാക്കന്മാരുടെ കാലത്താണ് കർത്താവ് വരുന്നതെന്ന് വ്യക്തം. കർത്താവ് വരുമ്പോൾ ഈ 10 രാജാക്കന്മാരും അന്ത്യക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമെന്ന് വെളിപ്പാട് 17-ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള അവരെ ജയിക്കും. അങ്ങനെ 10 രാജാക്കന്മാരുടെ കാലത്ത് അന്ത്യക്രിസ്തു എഴുന്നേൽക്കുമെന്നും 11 കർത്താവിനോട് ഹർമഗദോനിൽ എതിർക്കുമെന്നും കർത്താവ് അവരെ തോൽപ്പിച്ച് തന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർ യൂറോപ്യൻ യൂണിയനെ അത്തരം പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു.